ബഹുമാനികളെ, അപ്പോൾ നമ്മൾ തഅസിയത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സമാശ്വസിപ്പിക്കൽ, മയ്യത്തിൻ്റെ അഹ്ലുകാരെ സമാധാനിപ്പിക്കുക. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ അംറു ബിസ്സബ്ർ, ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മയ്യത്തിൻ്റെ കൂട്ടുകുടുംബാദികൾ, അവരെ മക്കൾ, അവരെ മരുക്കൾ, പേരക്കുട്ടികൾ, ഓലൊക്കെ എന്ത് ചെയ്യുക, അനുജന്മാർ, ഏട്ടന്മാർ, ഓലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഓലൊക്കെ രണ്ട് കൈയും പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് പറയാനുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അത് ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കാം. വന്നഹിയു അനിൽ ജസായി, പൊറുതിയോടൊന്നും വേണ്ട, ജസാവ് പാടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അവരോട് എന്ത് ചെയ്യുക, സമാശ്വസിപ്പിക്കാം. വദ്ദുആഉ ലിൽ മയ്യിത്തിൽ മുസ്ലിമി, മുസ്ലിമായ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ചെയ്യാം. അപ്പോൾ 4 കാര്യങ്ങൾ അവിടെ ചെയ്യണം. ഒന്ന്, ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കണം. മറ്റൊന്ന്, വപ്രാളപ്പെടാൻ പാടില്ല എന്ന് പറയണം. മറ്റൊന്ന്, മരിച്ചവർക്ക് വേണ്ടി ദുആ ഇരക്കണം. മറ്റൊന്ന്, ബന്ധുക്കളുടെ വിഷമത്തിന് പരിഹാരമുണ്ടാകാൻ വേണ്ടി ദുആ ഇരക്കണം. ഓരോരുത്തരും ആ ദുആ ചെയ്യുകയും ചെയ്യാം. ജവാബായിട്ട് ജസാക്കല്ലാഹു ഖൈറ വ തഖബ്ബലല്ലാഹു മിൻക എന്ന പ്രാർത്ഥന തിരിച്ചിങ്ങോട്ടും പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ സമാശ്വസിപ്പിക്കുന്ന ആൾ ഇവിടെ നാട്ടിലില്ല, ഗൾഫിലാണ്. ബാപ്പ മരിച്ചു. മരിച്ച സമയത്ത് ബാപ്പായുടെ പ്രിയപ്പെട്ട മകനോ അതല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും പുറത്താണ്. ഫഇൻ കാനൽ മുഅസ്സി അവിൽ മുഅസ്സ, ആശ്വസിപ്പിക്കാൻ ചെല്ലുന്ന ആളോ അല്ലെങ്കിൽ ആശ്വസിക്കപ്പെടുന്ന ആ വീട്ടിലുള്ള ആളുകളോ അവിടെ ഓഇബൻ മറഞ്ഞിട്ടാണ് എങ്കിൽ എന്ത് ചെയ്യണം? എവിടുന്നാണ് തഅസിയത്ത് എപ്പം മുതലാ തുടങ്ങാന്നാ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഖബറടക്കം ചെയ്തതിൻ്റെ സമയത്തല്ല, മരിച്ച മുതലാണ് 3 ദിവസം തുടങ്ങാന്ന്. അപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് മറയണ മയ്യത്തൊക്കെ ഉണ്ടാവും. മരിച്ച ദിവസം മുതലാണ് ആശ്വസിപ്പിക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ മകൻ ഗൾഫിലാണ്, വന്നപ്പോഴേക്ക് 2-3 ദിവസം കഴിഞ്ഞിക്കണ്. എന്നാൽ ഫമിനൽ ഖുദൂമി, ആൾ എത്തിയത് എപ്പോഴാണോ അവിടെ മുതലാ തുടങ്ങേണ്ടത്. 3 ദിവസമൊക്കെ കഴിഞ്ഞിക്കണ്, 4-ാമത്തെ ദിവസമാണ് മകൻ വന്നത്. എന്നാൽ മകനെ ചെന്നിട്ട് എന്ത് ചെയ്യണം? അഅ്ളമല്ലാഹു അജ്റക വ അഹ്സന അസാക വ അഫറ ലിമയ്യിതിക എന്ന 3 പ്രാർത്ഥന. അത് 3, 4, 5 എത്ര ദിവസമാണോ കഴിഞ്ഞത്, മകൻ വന്നപ്പോൾ അപ്പോഴാണ് അതിൻ്റെ സമയം തുടങ്ങുക. അതല്ലെങ്കിൽ രോഗിയായി ആശുപത്രിയിൽ കിടക്കുകയാണ്, ഇവിടെ മരിച്ചെടുക്കുന്ന ആൾ മയ്യത്തായി, മറമാടൽ കഴിഞ്ഞു, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? ഔ മരീലൻ, ഈ ആശ്വസിപ്പിക്കുന്ന ആളോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കപ്പെടുന്ന ആളോ രോഗിയായി അല്ലെങ്കിൽ മഹബൂസായി ജയിലിൽ അടക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് എപ്പോഴാണോ ആ ഉദർ നീങ്ങുന്നത്, സവാലിൽ ഉദർ, ആ തടസ്സം നീങ്ങി വീട്ടിലേക്ക് എത്തിയ മുതലാണ് നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഈ സുന്നത്ത് ഒഴിവാക്കരുത്. അതല്ലെങ്കിൽ മരണവാർത്ത അറിഞ്ഞില്ല, വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് മരിച്ച അറിഞ്ഞില്ലല്ലോ, മരിച്ച അറിഞ്ഞപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിക്കണ്. അങ്ങനെയാകുമ്പോൾ ബുലൂഗിൽ ഖബർ, എപ്പോഴാണോ മരണവാർത്ത അറിഞ്ഞത് അവിടെ മുതലാണ് തഅസിയത്തിൻ്റെ സമയം തുടങ്ങുക. അപ്പോൾ തഅസിയത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇനി ഇൻഷാ അല്ലാഹ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. മരിച്ച മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കാൻ ചിലപ്പം വൈകിപ്പോകും. വന്നിരിക്കുന്ന ആളുകൾക്ക് കുടിച്ചാനൊരു തുള്ളി വെള്ളം വെച്ചിട്ടില്ല, ഒരു നാരങ്ങള്ളം പോലും കലക്കിയിട്ടില്ല, ഒരു കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉച്ചക്ക് കഞ്ഞിൻ്റെ ടൈമാണ്, നല്ല വിശപ്പുള്ള ടൈമാണ്. ഇത്രങ്ങാനും ആൾക്കാരെ പെരി വന്ന് പോയത്. വിശപ്പടക്കി കൊടുക്കാൻ കാര്യം മറക്കരുത്. തൃശ്ശൂർ രാജേരുണ്ട്, അയാൾ മരിക്കണതിന് മുമ്പ് എന്നെ വസിയത്ത് ചെയ്തിരുന്നു, എൻ്റെ മയ്യത്ത് എപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്ത് ഇവിടെ വന്നു കൂടിയവർക്കൊക്കെ ഭക്ഷണം അവിടെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി ഫണ്ടൊക്കെ നീക്കി വെച്ചിരുന്നു. വേണം നമ്മൾ ഇവിടെ ഈ വാലപാടിൻ്റെ ഈ ഭാഗത്ത്, ഈ കുന്നത്ത് അവിടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന ഉടനെ പറഞ്ഞിരുന്നു, ഉസ്താദെ എൻ്റെ മുമ്പിൽ ഒരാൾ മരിച്ചു, എൻ്റെ അയലോക്കത്താണ്, ഇത്രങ്ങാനും ആൾക്കാരാണ് അന്ന് രാവിലെ മയ്യത്തെടുക്കുന്നത്, 9 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. രാത്രി വന്ന ആളുകളൊക്കെ മടങ്ങിപ്പോയപ്പോൾ ഞാൻ 35 കിലോ അരി വെച്ച് ചോറട വെച്ച് സാമ്പാറും ഉണ്ടാക്കി.
അത് തിന്നാൻ ആരും വന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഓരോരുത്തർ ഫാമിലികളെ കൂടിയിട്ട് ഹോട്ടലിലേക്ക് പോവുക, പഞ്ചായത്തേക്ക്. അങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കിച്ച ചോറ് അത് പൈസ കൊടുത്താണ്ട് തിന്നാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് ഇവിടെ വന്ന ആളുകൾക്ക് ഒരു സ്വതക്കയായി ഉണ്ടാക്കി വെച്ച ഭക്ഷണമാണ്. നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ബാക്കിയാകുമെന്ന് അവിടെ ഉറക്കെ പറഞ്ഞോലോ മൂപ്പർ. എന്തോരെ പേര്, അയ്യൂബാണ് അവൻ്റെ പേര്. ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ലുണ്ട്. എന്നോട് വന്നതിന് ശേഷം പറഞ്ഞതാ. അപ്പോൾ ആ ചർച്ച ഇവിടെ വരുന്നത് മയ്യത്തിന് വേണ്ടിയിട്ട്, മയ്യത്തിൻ്റെ അഹലുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓ യുസന്നു ലി ജീറാനി അഹ്ലിൽ മയ്യത്തി, മയ്യത്തിൻ്റെ കുടുംബക്കാരുടെ അയൽവാസികൾ, മയ്യത്തിൻ്റെ ബന്ധപ്പെട്ട അഹലുകാരുടെ അയൽവാസികൾക്ക് സുന്നത്താണ്. അയലോക്കം എന്ന് പറഞ്ഞാൽ പോരാ, അയലോക്കത്ത് പെരണ്ട്, നല്ല അടിപൊളി വീടാണ്, നല്ല ജോലിക്കാരനാണ്, തൊട്ട വീട്ടിലാണ് മരിച്ചെടുക്കുന്നത്, ആ അയലോക്കക്കാർക്ക് സുന്നത്താണ്. വ അഖാരിബിഹിൽ അബാഇദി, ഈ മയ്യത്തിൻ്റെ ദൂരെയുള്ള കുടുംബക്കാരുണ്ടാവും, തൊട്ടടുത്ത കുടുംബക്കാർക്കൊന്നാണ് ചോറുണ്ടാക്കി കൊടുക്കാൻ മോശമല്ലേ. അപ്പം ദൂരെയുള്ള കുടുംബക്കാർക്കും വ മആരിഫിഹിം, മയ്യത്തുമായി പരിചയമുള്ള ആളുകൾക്കും സുന്നത്താണ്. അൻ യസ്നഉ ലി അഹ്ലിഹി, മയ്യത്തിൻ്റെ അഹ്ലുകാർക്ക് വേണ്ടിയിട്ട് ത്വആമൻ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. യക്ഫീഹിം യൗമൻ വലൈല, ഒരു രാപ്പകൽ 24 മണിക്കൂറാണ് പറഞ്ഞത്, ഒരു രാവിനും ഒരു പകലിനും മതിയാകുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല വഅൻ യുലിഹു അലൈഹിം ഫിൽ അഖിലി, തിന്നി 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 എന്ന് പറഞ്ഞാണ്ട് ഓലെ പിന്നാലെ കൂടണോ. തിന്നി 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 കീർത്തന വേണം. കണ്ടോ? അപ്പം ഇത് നമുക്കൊക്കെ ബാധകമാണ്. നമ്മൾ മരിച്ചെടുക്കാൻ നമ്മളെ പെരയിൽ മയ്യത്തെടുക്കുമ്പോഴത്തേന് സമയം കുറേ ആകും. ഇവിടെ വന്നിരിക്കുന്ന ആൾ പട്ടിണിയാണ്, പറയും ചെയ്യൂട്ടോ, ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ വെച്ചില്ലല്ലോ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പ്രത്യേകം എൻ്റെ നഫ്സിനോടും ഈ ക്ലാസ് കേൾക്കുന്ന ആളോടും ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനുള്ള ഫണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ. പൈസയാണ് ആവശ്യം, സാമ്പത്തികം ഇല്ലെങ്കിലേ അതൊക്കെ ഒരു പുകയ്ക്കാരം. അള്ളാഹു തആല നമുക്ക് ആവശ്യമുള്ളതായ ധനം അള്ളാഹു തആല ഇറക്കി തരുമാറാവട്ടെ. മരിച്ചതിൻ്റെ ശേഷം മയ്യത്തിൻ്റെ ചെലവ് എന്ന് പറഞ്ഞിട്ട് ചെലവുണ്ടല്ലോ, അതിനുള്ളതായ തുകകളൊക്കെ ഒരുക്കി വെച്ച എത്രയോ ആളുകളുണ്ടാവും. അള്ളാഹുവെ ഞങ്ങൾ ആരെയും വശലത്തരത്തിലാക്കല്ല റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് നീ നൽകുന്നുണ്ട്. നന്ദി ചെയ്ത് ജീവിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈ പ്രഭാതം ഞങ്ങൾക്ക് ഖൈറിലാക്കി തരണേ അല്ലാ. ഈ പ്രദോഷവും ഞങ്ങൾക്ക് ഖൈറിലാക്കി തരണേ അല്ലാ. വിശുദ്ധ റമളാനിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് രോഗങ്ങളൊന്നും നൽകല്ല അല്ലാ, അപകടങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളെ വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, മഹല്ല് നിവാസികൾക്ക്, ഞങ്ങളുമായി ബന്ധമുള്ള ആർക്കും അങ്ങനെ പ്രയാസങ്ങൾ നൽകല്ല അല്ലാ. നമ്മളെ ആചാര്യ ഹംസക്കുട്ടി ആജി ഭാര്യയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ജമാഅത്തുകൾക്കൊന്നും കാണുന്നില്ല. ഐശ്വയിലാണെന്ന് പറഞ്ഞു ഭാര്യ പെരിന്തൽമണ്ണ മൗലാനിയിൽ. അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ അല്ലാ, പൂർണ്ണമായ ശിഫ കൊടുക്കണേ അല്ലാ, പൂർണ്ണമായ ശിഫ കൊടുത്ത് അദ്ദേഹത്തിന് സലാമത്ത് നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ വിശ്രമിക്കുന്ന ഉപ്പാർ, പിന്നാപ്പാ കിടക്കുള്ള ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ട്. റബ്ബെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ അവരെ മക്കൾ സ്വകാര്യമായി ചെയ്യുന്ന സ്വതക്കകൾ ധാരാളമുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണമായിട്ടും ചായ ആയിട്ടൊക്കെ. അതിൻ്റെയൊക്കെ ഫലം കൊണ്ട് അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖനാ അദാബന്നാർ. പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. പൂർത്തിയാക്കാനുള്ള വഴികൾ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതൊക്കെ നീ ഫത്ഹാക്കി തരണേ റബ്ബേ. ബിഹഖ് സയ്യിദിന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്